സിബി, വളരെ റെയറാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. കാരണം ദില്ലിയിൽ നിന്ന് റിപ്പോർട്ടർമാർ കൊട പിടിച്ച് നിൽക്കുക എന്ന് വളരെ വല്ലപ്പോഴും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്, കാഴ്ചയാണ്. മഴയാണോ ദില്ലിയിൽ? വിനീഷ, ഇന്നലെ നല്ല ചൂടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ, അത് പുലർച്ചെ 4 മണി മുതലാണ് മഴ പെയ്തത്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഉത്തരേന്ത്യയിലാകമാനം മറ്റുള്ള ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും വലിയ കടുത്ത മഴയും വെള്ളപ്പൊക്കവും മേഘവിസ്ഫോടനമൊക്കെ വലിയ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു തരംഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ് ഇപ്പോൾ ദില്ലിയിൽ ഉണ്ടാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ പുലർച്ചെ നല്ല മഴ പെയ്യുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ചാറ്റൽ മഴ ഇപ്പോഴുണ്ട്. എന്തായാലും ബിനീഷ പറഞ്ഞ പോലെ തന്നെ ഈ കുട പിടിച്ചുകൊണ്ട് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. ഇവിടെ ഒന്നുകിൽ എക്സ്ട്രീം ചൂട് അല്ലെങ്കിൽ വളരെ വലിയ തണുപ്പ്, ഈ രണ്ട് കാലാവസ്ഥയാണുള്ളത്. നോർമൽ കാലാവസ്ഥ ദില്ലിയിലടക്കം കുറവാണ്. എന്തായാലും ഇന്നിപ്പോൾ കാലത്തെ ഒരു ചെറിയൊരു മഴയുണ്ട്. അത് ചൂടിന് ചെറിയൊരു ശമനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. എന്തായാലും ഈ ഹിമാചലിലാണ് ഏറ്റവും അധികം നാശനഷ്ടവും ഏറ്റവും അധികം മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഇതുവരെ 78 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന ഒരു അപ്ഡേഷൻ. ഏകദേശം നിരവധി പേര് 60-ലധികം ആളുകൾ കാണാതായി എന്നുള്ള കാര്യം കൂടി പറയുന്നു. മാത്രമല്ല, ഈ ഒരു സമയത്ത് ഇന്നലെ ഞായറാഴ്ച മാത്രം 2 ഇടങ്ങളിൽ ഇന്നലെ മേഘവിസ്ഫോടനമുണ്ടായി. ഹിമാചൽ പ്രദേശിലെ ചമ്പ, മാണ്ഡി എന്നീ ജില്ലകളിൽ 2 ഇടങ്ങളിൽ ഇന്നലെ മേഘവിസ്ഫോടനമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. മേഘവിസ്ഫോടനവും വെള്ളപ്പൊക്കവും മൂലം ഇതുവരെ 22 പേരും മറ്റുള്ളവർ റോഡ് അപകടങ്ങളിലും മറ്റുമൊക്കെയാണ് ഇത്തരത്തിൽ 78ഓളം മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹിമാചലിൽ മാത്രം ഏകദേശം 600 കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ സർക്കാർ മുന്നിട്ട് വയ്ക്കുന്നത്. നിരവധി റോഡുകളും പാലങ്ങളും എല്ലാ നിലയും തകർന്ന സാഹചര്യമാണുള്ളത്. അവിടെ രക്ഷാപ്രവർത്തനം എല്ലാ നിലയും നിരവധി ഇടങ്ങളിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏറ്റവും അധികം നാശനഷ്ടം സംഭവിച്ചിരിക്കുന്ന മാണ്ഡി ജില്ലയിലാണ്. മാണ്ഡി ജില്ലയിൽ മാത്രം 40-ലധികം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള ഒരു ആശങ്കാജനകമായ വാർത്തകളും പുറത്തുവരുന്നു. ഇനിയും മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം നിരവധി പേർ ഈ കെട്ടിടാവശിഷ്ടങ്ങളിലും മറ്റുമെല്ലാം നിലയും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും NDRFിൻ്റെ ഈ സംഘം എല്ലാ നിലയും അവിടെ എത്തി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഈ ഒരു മൺസൂൺ ആരംഭിച്ചതിന് ശേഷം 14 മേഘവിസ്ഫോടനമാണ് ഹിമാചലിൽ മാത്രം ഉണ്ടായത്. ഇന്നിപ്പോൾ ഹിമാചലിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ നാശനഷ്ടമാണ് ഹിമാചലിൽ ഉണ്ടാകുന്നത്. മരണസംഖ്യ വീണ്ടും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ 78 മരണമാണ് ഇതുവരെ ഹിമാചൽ പ്രദേശിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലും കനത്ത മഴയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഈ ഉത്തരേന്ത്യയുടെ ഈ ഒരു മലയോര മേഖലയെല്ലാം നിലയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹിമാചൽ, ഉത്തരാഖണ്ഡ് പോലുള്ള പ്രദേശങ്ങളെല്ലാം നിലയും കനത്ത മഴ വ്യാപകമായി നാശനഷ്ടമുണ്ടാക്കുകയും മേഘവിസ്ഫോടനം ഉണ്ടാവുകയും ആ മേഘവിസ്ഫോടനത്തെ തുടർന്ന് പിന്നീട് വലിയ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അത് തൊട്ടടുത്തുള്ള നദികളെല്ലാം തന്നെയും കരകവിഞ്ഞൊഴുകാൻ കാരണമാകുന്നു. നിരവധി ഗ്രാമങ്ങളാണ് മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഹിമാചലിൽ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിനീഷ. ശരി, താങ്ക് യു സിബി ജോസഫാണ് ബീഹാറിൽ നിന്നുള്ള വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഇളവുകളെക്കുറിച്ചും ഹിമാചലിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടരുന്ന കനത്ത മഴയെക്കുറിച്ചുമുള്ള വിശദാംശങ്ങളൊക്കെയും പങ്കുവച്ചത്.